പ്രിയപ്പെട്ട കുട്ടികളെ, സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ യൂണിറ്റ് സെൽ വരെയുള്ള കാര്യങ്ങളാണ്, ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെൽ വരെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ തുടങ്ങുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽസ് ആണ് തുടങ്ങുന്നത്. എന്താണ് ഈ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്? ഒരു സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് വാക്കൻറ്റ് സ്പേസ് ഏറ്റവും കുറയുന്ന രൂപത്തിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുക. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പാക്കിങ്ങിനെ കുറിച്ച് ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. പാർട്ടിക്കിൾസ് എല്ലാം സ്ഫെറിക്കൽ ഷേപ്പാണെന്നുള്ളതാണ് ആദ്യം എടുക്കുന്നത്. പാർട്ടിക്കിൾസ് എല്ലാം സ്ഫെറിക്കൽ ഷേപ്പാണ്, അതേപോലെ എല്ലാത്തിൻ്റെയും സൈസ് ഐഡൻറ്റിക്കലാണ്. ഇതാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ആദ്യം നമ്മൾ പഠിക്കുന്നത് വൺ ഡയമെൻഷണൽ പാക്കിംഗ് ആണ്. നോക്കൂ, അതിനു മുമ്പ് കോർഡിനേഷൻ നമ്പർ എന്നുള്ളൊരു ടേം ഉണ്ട്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ ക്ലോസ് പാക്കിങ്ങിൽ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ട് എത്ര നൈബറിങ് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് എത്ര നൈബറിങ് സ്ഫിയേഴ്സ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. എന്താ കോർഡിനേഷൻ നമ്പർ? ഇൻ എ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റ് ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് വിത്ത് വിച്ച് എ ഗിവൺ സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട് ഈസ് കോൾഡ് കോർഡിനേഷൻ നമ്പർ ഓഫ് ദാറ്റ് സ്ഫിയർ അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പർ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ഇനി വൺ ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നോക്കൂ, ക്ലോസ് പാക്കിംഗ് ഇൻ വൺ ഡയമെൻഷൻ. എന്താണ് വൺ ഡയമെൻഷണൽ പാക്കിംഗ്? ഒരു ലെയറിൽ പാർട്ടിക്കിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവാം. നമുക്കതിനൊരു മോഡൽ നോക്കാം. ഇവിടെ ഈ പാർട്ടിക്കിൾ ഇപ്പോൾ നോക്കൂ, ഒരു ലെയറിലാണ്, വൺ ഡയമെൻഷനിലാണ് ഈ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ആണ്. ഈ സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് ഇതിൽ എത്ര ആളുണ്ട്? 2 ആളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കും കോർഡിനേഷൻ നമ്പർ ഈക്വൽ ടു 2. ഇവിടെ കോർഡിനേഷൻ നമ്പർ 2. ഇനി ഇവിടെ കാണാം നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ ഈക്വൽ ടു 2. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. എന്താ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യുന്നത് ഈ വൺ ഡയമെൻഷണൽ റോസ് ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ട് അല്ലെങ്കിൽ ഒന്നിന് ഒപ്പം തന്നെ അടുത്തതായിട്ട് അറേഞ്ച് ചെയ്യുക. അടുത്തടുത്ത റോസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അത് 2 രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഒരു മെത്തേഡ് നമ്മൾ ഇതിന് ഈ റോ കിട്ടി, അതേപോലെ അതിന് നേരെ മുകളിൽ അടുത്ത റോ വെക്കുന്നു, അതിൻ്റെ മുകളിൽ അടുത്ത റോ വെക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? ഈ രണ്ടാമത്തെ റോ എക്സാക്ട്ലി ലൈക്ക് ഫസ്റ്റ് റോ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് എ എന്നുള്ള റോ ആണെങ്കിൽ ഇത് എ ആണ്. ഈ പാറ്റേണിനെ നമ്മൾ പറയും എ പാറ്റേൺ എന്ന് പറയും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പിക്ചറിൽ അവിടെ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ട് എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ആ ടച്ച് ചെയ്ത 4 സ്ഫിയറുകളുടെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്താൽ ഒരു സ്ക്വയർ രൂപത്തിലുണ്ടാവും. അതുകൊണ്ട് ഇതിനെ പറയും സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഇവിടെ എ എന്നുള്ള റോ അതന്നെയാണ് രണ്ടാമത്തത്, എ പാറ്റേൺ എന്ന് അതിന് പേര് കൊടുക്കുക. കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇവിടെ ഈ പാർട്ടിക്കിൾ ഒരു ലെയർ, ഇവിടെ ഒരു റോ ഇങ്ങനെ ഉണ്ട്, അടുത്ത റോ എ തന്നെയാണ്, അടുത്ത റോ അതേപോലെ റോ ആണ്. അപ്പോൾ ഇതിന് കൊടുക്കുന്നതാണ് എ പാറ്റേൺ. ഈ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ട് ഇവിടെ 4 ആൾക്കാരുണ്ട്. ഈ 4 ആൾക്കാരുടെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്താൽ ഒരു സ്ക്വയർ രൂപത്തിൽ കാണും. അതുകൊണ്ട് ഇതിൻ്റെ പേര് പറയും സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ടൈപ്പാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ അടുത്ത് ഹെക്സഗണൽ ആണ്. എന്താ ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ ഒരു ലെയർ, ഫസ്റ്റ് ലെയർ നമ്മൾ വെക്കുന്നു. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് റോ എങ്ങനെയാണ്? രണ്ടാമത്തെ റോ വെക്കുന്നത് ഈ ഫസ്റ്റ് റോയുടെ ഗ്യാപ്പിലാണ് രണ്ടാമത്തെ റോ വെക്കുന്നത്. കാണുന്നുണ്ടോ? അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ഈ ഗ്യാപ്പിൽ, ഈ ഡിപ്രഷനിൽ മൂന്നാമത്തെ റോ വെക്കുന്നത് നമ്മൾ ഈ സെക്കൻഡ് റോയുടെ ഗ്യാപ്പിലായിരിക്കും മൂന്നാമത്തെ റോ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേപോലെയാണോ ഈ അറേഞ്ച്മെൻറ്റ്? അല്ല, ഇതിനെ എ എന്ന് കൊടുക്കും, അപ്പോൾ ഇത് നമ്മൾ ബി എന്ന് കൊടുക്കും. അടുത്ത മൂന്നാമത്തെ വെക്കുന്നത് ഫസ്റ്റ് റോയെ പോലെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് എ എന്നുള്ള പാറ്റേൺ തന്നെ. ഇനി നാലാമത്തെ വെക്കുമ്പോൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെന്താ പേര് കൊടുക്കുക? എ ബി അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഈ ഒരു നടുക്കുള്ള പാർട്ടിക്കിളിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റും 6 ആൾക്കാർ ഇതിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ 6 ആൾക്കാരെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്താൽ ഒരു എക്സഗണിൻ്റെ രൂപത്തിൽ
രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ പേര് പറയും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ. ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും കിട്ടുന്നത്? 6 ആയിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ പിക്ചറിൽ അവിടെ ആ സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് 6 ആൾക്കാരുണ്ട്. ആ 6 ആൾക്കാരുടെ സെന്റേഴ്സ് കണക്ട് ചെയ്താൽ ഒരു ഹെക്സഗൺ രൂപത്തിലാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് പറയും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എ ബി അറേഞ്ച്മെന്റ് ആണ്. ഈച്ച് പാർട്ടിക്കിൾ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 6 others. അപ്പോൾ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 6. ദെൻ ഓക്കെ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആ കിട്ടിയിരുന്നത്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ദെൻ 3 ഡയമെൻഷണലിൽ പാർട്ടിക്കിൾസിന് അറേഞ്ച് ചെയ്യണം. എന്താ 3 ഡയമെൻഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ നമ്മൾ ഇപ്പോൾ കണ്ട സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ്, ഈ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സോ അല്ലെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സോ ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ട് അടുക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഓക്കെ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. നോക്കൂ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ്. ഇപ്പോൾ നോക്കൂ ഇതാണ് നമ്മൾ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഒരു ലെയർ ഇങ്ങനെ കണ്ടിരുന്നല്ലോ നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ലെയർ വെക്കുന്നത്, അടുത്ത ലെയർ ഇതിൻ്റെ തൊട്ട് മുകളിൽ നേരെ ഇതേപോലെ വെക്കുന്നു, മാറ്റം വരാതെ ഇങ്ങനെ തന്നെ വെക്കുന്നു, ഇതേപോലെ നേരെ മുകളിൽ. അപ്പോൾ ഈ പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ പാറ്റേൺ. ഇത് മൊത്തം ഈ ഒരു ലെയറിനെ മൊത്തം നമ്മൾ എ എന്നുള്ള പാറ്റേൺ കൊടുക്കുകയാണ് ഇനി ഈ ഒരു ലെയറിന്. അപ്പോൾ ഇതും അതേപോലെ വരുന്നു, ഇതും എ. അപ്പോൾ ഇത് എ എന്നുള്ള പാറ്റേൺ, ഇത് എ എന്നുള്ള പാറ്റേൺ. ഇനിയും അടുത്ത നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി വെക്കുന്നു, അല്ലെങ്കിൽ ഇതിന് താഴെ ഇങ്ങനെ വെക്കുന്നു. ഓക്കെ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി വെച്ചപ്പോൾ ഇത് ഇതേപോലെ മൂന്നും ഒരേപോലെ. അപ്പോൾ ഇതിന് നമ്മൾ പേര് പറയാം. എങ്ങനെ ഇതിൻ്റെ പേര് കൊടുക്കുക? എ ഒക്കെ ഒരേപോലെയാണ് അറേഞ്ച്മെൻറ്റ്. ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ടാണ് അറേഞ്ച്മെൻറ്റ്. എ പാറ്റേൺ. ഓക്കെ അപ്പോൾ ഇവിടുത്തെ ദെൻ യൂണിറ്റ് സെൽ എന്തായിരിക്കും? ഇവിടെ ഈ 4 ക്യൂബ്, ഈ 4 പാർട്ടിക്കിളും കൂടിയിട്ട് ക്യൂബിക് യൂണിറ്റ് സെൽ, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് സെല്ലായിട്ട് കിട്ടുന്നത്. ഇവിടെ ദെൻ ഓക്കെ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ട് എത്ര ആൾക്കാരുണ്ടാവും? ആക്ച്വലി ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നോക്കും ദെൻ ഇവിടെ ഈ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ട് 4 ആൾക്കാർ അതിൻ്റെ ലെയറിലുണ്ട്. താഴെ ഒരാളുണ്ട്, ഇനി മുകളിലെ ലെയറിൽ ഒരാളുണ്ടാവും. അപ്പോൾ മൊത്തം എത്ര ആൾക്കാരുണ്ടാവും? 6 ആയിരിക്കും കോർഡിനേഷൻ നമ്പർ. ക്ലിയർ അല്ലേ? അത് എന്തായി ക്ലോസ് പാക്കിങ്ങിൻ്റെ പേരെന്താണ്? 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയർ ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ട് അട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതാണ് ദെൻ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് ആ അറേഞ്ച്മെൻറ്റിൻ്റെ യൂണിറ്റ് സെല്ലായിട്ട് കിട്ടുന്നത്. കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞ് 6 ആണ് കൊടുത്തത്. നോക്കും ദെൻ ഓക്കെ അവിടെ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ്, എന്നിട്ട് അവിടെ ആ അറേഞ്ച്മെൻറ്റിന് എ ടൈപ്പ് പാറ്റേൺ എന്നാണ് നമ്മൾ പേര് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണ്, സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്. പിന്നെ ഇറ്റ്സ് യൂണിറ്റ് സെൽ ഈസ് എന്താ കൊടുക്കുന്നത്? പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ, അതായത് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല്. പിന്നെ അടുത്തെന്തായിരുന്നു? കോർഡിനേഷൻ നമ്പർ 6. ഓക്കെ ദെൻ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ദെൻ നമ്മളിപ്പോൾ ഏതാ പറഞ്ഞത്? 2 ഡയമെൻഷണൽ ആയിട്ട് സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ് ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ട് വെച്ചതാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ദെൻ ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. നോക്കൂ നമുക്ക് അറേഞ്ച്മെന്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഇത് ഒരു ആക്ച്വലി ഒരു ഹെക്സഗണൽ പാക്ക്ഡ് ലെയർ. ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഉണ്ട്, ഫസ്റ്റ് റോ ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ ഗ്യാപ്പിലാണ് അടുത്ത റോ വെച്ചത്, അതിൻ്റെ ഗ്യാപ്പിലാണ് അടുത്ത റോ വെച്ചത്. കുറച്ചെണ്ണ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഡിപ്രഷനിലാണ് നമ്മൾ അടുത്ത ലെയർ വെക്കുന്നത്, ഇതിൻ്റെ മുകളിലല്ല. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നു, ഇത് മൊത്തം ഇപ്പോൾ 3 ഡയമെൻഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് മൊത്തം എ എന്നുള്ള ഒരു ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അടുത്ത ബി എന്നുള്ള ലെയർ വെക്കുന്നത് ഇതിൻ്റെ ഡിപ്രഷനിലാണ്, ഈ ഡിപ്രഷനിലാണ് വെക്കുന്നത്. ദെൻ ഈ ഡിപ്രഷനിൽ, അപ്പോൾ പിന്നെ ഇവിടുത്തെ ഡിപ്രഷനിൽ വെക്കില്ല, ഇവിടെ വെക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയർ ഏകദേശം ഇങ്ങനെ കിട്ടും എന്ന് വിചാരിക്കും. ദെൻ ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഉണ്ട്, സെക്കൻഡ് ലെയർ ഇതിൻ്റെ ഡിപ്രഷനിൽ വെക്കുന്നു, ഈ ഡിപ്രഷനിൽ വെച്ചു. ഈ ഡിപ്രഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ലെയറിനെ പോലെയാണോ ഈ ലെയർ വരുന്നത്? അല്ലല്ലോ, ഈ ലെയർ വേറൊന്ന്, ഇത് വേറൊന്ന്. രണ്ടാമത്തെ ലെയർ വേറെ ടൈപ്പാണ് വരുന്നത്. ഓക്കെ ഇനി മൂന്നാമത്തെ ലെയർ ഇതിന് മുകളിൽ വെക്കണം. ആ മൂന്നാമത്തെ ലെയർ വെക്കുന്നതിന് മുമ്പ് നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ദെൻ ഫസ്റ്റ് ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിൽ വെച്ചു. അവിടെ 2 തരം വോയിഡുകളെ പഠിക്കാനുണ്ട്. എന്താണ് ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ? എന്താ, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് ചില സ്പേസ് ഉണ്ട്, എംപ്റ്റി സ്പേസ് ഉണ്ട്. ആ എംപ്റ്റി സ്പേസിനെ പറയുന്ന പേരാണ് വോയിഡ്സ്. ആ വോയിഡ്സ് ആക്ച്വലി ഇവിടെ 2 തരത്തിലുണ്ട്. ഒന്ന് ആ ടി എന്നുള്ള ലെറ്റർ നിങ്ങൾ നന്നായി നോക്കിയാൽ കാണാം, ടി എന്നുള്ള ലെറ്റർ ഉണ്ട്, അതിനെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കും. അതേപോലെ ദെൻ ഒ എന്നുള്ള ലെറ്റർ ഉണ്ട്, അത് നമ്മൾ പേര് കൊടുക്കുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് കൊടുക്കും. അത് ഏതാണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കാം. 2 തരം വോയിഡ്. എന്താ വോയിഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്താ പറഞ്ഞത്? ഇന്റർസ്റ്റീഷ്യൽ വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വാക്കന്റ് സ്പേസ് ഇൻ ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ്. നമ്മൾ പാക്കിംഗ് ഓഫ് പാർട്ടിക്കിൾസിൽ അതിൽ വരുന്ന എംപ്റ്റി സ്പേസിനെ പറയുന്ന പേരാണ് വോയിഡ്സ്. ആ വോയിഡ്സ് 2 തരത്തിലുണ്ട്. ഒന്ന് ടെട്രാഹെഡ്രൽ വോയിഡും അടുത്തതാണ് ഒക്ടാഹെഡ്രൽ വോയിഡും. നോക്കൂ എന്താണ് ഈ ടെട്രാഹെഡ്രൽ വോയിഡ് എന്നുള്ളതാണ്.
ടെട്രാഹെഡ്രൽ വോയിഡ് ഇവിടെ നമ്മൾ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തപ്പോൾ നോക്കണേ, ഈ 3 സ്ഫിയറുകൾ ഒരു ട്രയഗണൽ ഷേപ്പ്, അതിൻ്റെ മുകളിലൊരു പാർട്ടിക്കിൾ വന്നപ്പോൾ ദെൻ അത് മാത്രം നമുക്ക് നോക്കാം. ഇവിടെ 3 പാർട്ടിക്കിൾ കൂടിയിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ അടുത്ത ലെയറിലെ പാർട്ടിക്കിൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ 4 സ്ഫിയറുകൾ കൂടിയിട്ടുണ്ടാക്കുന്ന വോയിഡിനെ പറയുന്ന പേരാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. ആക്ച്വലി ഈ വോയിഡിൻ്റെ ഷേപ്പ് അല്ല ടെട്രാഹെഡ്രൽ, അതുണ്ടാക്കുന്ന ബോളുകളുടെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്താൽ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കൂ. ദെൻ എ വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്ഫിയേഴ്സ്. നമുക്ക് ചിലപ്പോൾ എക്സാമിന് അത് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വരയ്ക്കാം നോക്കൂ. നമ്മൾ ആദ്യത്തെ 3 സ്ഫിയറുകൾ ഇങ്ങനെ വരയ്ക്കുക. ഫസ്റ്റ് ലെയറിലെ 3 സ്ഫിയർ, സെക്കൻഡ് ലെയറിലെ സ്ഫിയർ വേറെ കളർ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഈ കളർ കൊണ്ട് തന്നെ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചാൽ മതി, എളുപ്പമല്ലേ അത്. അപ്പോൾ എങ്ങനെയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കുന്നത്? എ വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്ഫിയേഴ്സ്. വോയിഡിൻ്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണോ? അല്ല. അതുണ്ടാക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്താൽ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് കിട്ടും. ഇതാണ് ഒരു വോയിഡ്. രണ്ടാമത്തെ ഒരു വോയിഡ് ഒരു ട്രയഗണൽ വോയിഡ് ഫസ്റ്റ് ലെയറിൽ, അതിൻ്റെ മുകളിലൊരു ട്രയഗണൽ വോയിഡ് ഇങ്ങനെ സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ എത്ര പാർട്ടിക്കിൾ കൂടിയിട്ട് അതുണ്ടാക്കുന്നത്? 6 എണ്ണം കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്നേരം അതിൻ്റെ പേര് പറയുന്നതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. 6 എണ്ണം കൂടിയിട്ടുള്ള വോയിഡിനെ പറയുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഈ ഒക്ടാഹെഡ്രൽ വോയിഡ് ഇവിടെ നോക്കൂ, ഇങ്ങനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ 2 വ്യത്യസ്ത കളർ ഉപയോഗിച്ചപ്പോൾ 3 എണ്ണം ഇങ്ങനെയും 3 എണ്ണം. ഇവിടെ ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു 4 സ്ഫിയറുകൾ കൂടിയിട്ടാണ്. ആ 4 സ്ഫിയറുകളുടെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്താൽ അത് ടെട്രാഹെഡ്രൽ ഷേപ്പ്. അതേപോലെ ഇവിടെയുണ്ട് ഒക്ടാഹെഡ്രൽ ഷേപ്പ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനെ കണ്ടാൽ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കൂട്ടോ. ദെൻ ഇവിടെ 3 പാർട്ടിക്കിൾ ഫസ്റ്റ് ലെയറിൽ, അടുത്ത ലെയറിൽ 3 പാർട്ടിക്കിൾ. ഞാൻ അതിനൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 4 എണ്ണം, ദെൻ 4 കോർണർക്ക്, 1 മുകളിലും 1 താഴെയും. അപ്പോൾ ഒക്ടാഹെഡ്രൽ ഷേപ്പ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ വോയിഡിൻ്റെ ഷേപ്പ് എന്താണ്? ഒക്ടാഹെഡ്രൽ ഷേപ്പാണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ പിടിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചെരിഞ്ഞ് നോക്കിയാലും മതി. ഇങ്ങനെ പിടിച്ചാൽ അത് ഒക്ടാഹെഡ്രൽ ഷേപ്പായിട്ട് മാറും. സോ ഓക്കെ. അപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എത്ര പാർട്ടിക്കിൾ കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്? 6 പാർട്ടിക്കിൾ കൂടിയിട്ടുണ്ടാക്കുന്ന വോയിഡിനെ പറയുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. നോക്കൂ. ദെൻ ഓക്കെ, ടെട്രാഹെഡ്രൽ വോയിഡ് അടുത്തതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. എ വോയിഡ് സറൗണ്ടഡ് ബൈ 6 സ്ഫിയേഴ്സ്. ദെൻ 6 സ്ഫിയറുകൾ. ഇതേപോലെ നമ്മൾ ആദ്യത്തെ 3 എണ്ണം വരയ്ക്കുക, പിന്നെ അതിൻ്റെ സൈഡിലൂടെ 3 എണ്ണം വരച്ചാൽ ഒക്ടാഹെഡ്രൽ വോയിഡ് കിട്ടും. വേണമെങ്കിൽ ഒന്ന് വരയ്ക്കാം. ഒക്ടാഹെഡ്രൽ വോയിഡ് എങ്ങനെ വരയ്ക്കുന്നത്? ആദ്യത്തെ 3 പാർട്ടിക്കിളിന് ഇങ്ങനെ വരച്ചു. അടുത്ത ലെയർ നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്താൽ അടുത്ത ഈ വോയിഡിനെ പറയുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോൾ 2 തരം വോയിഡ് പറഞ്ഞു, ടെട്രാഹെഡ്രൽ വോയിഡും പിന്നെ ഏതാണ് ഒക്ടാഹെഡ്രൽ വോയിഡും. എന്തായിരുന്നു വോയിഡ്? ദെൻ ദ എംപ്റ്റി സ്പേസ് ഇൻ വാക്കന്റ് സ്പേസ് ഇൻ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റ്. 2 എണ്ണം ഉണ്ട്, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ഓക്കെ. ദെൻ ഇനി അടുത്തത് നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ എപ്പോഴും n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം 2n ആയിരിക്കും. ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം n ആയിരിക്കും. എങ്ങനെയാ പറഞ്ഞത്? 1000 പാർട്ടിക്കിൾസ് നമ്മൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2000 എന്തുണ്ടാവും? ടെട്രാഹെഡ്രൽ വോയിഡും 1000 ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ടാവും. സോ അതാണ് ഇവിടെ എഴുതിയത്. ഇഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈക്വൽ ടു n, then tetrahedral void equal to 2n and octahedral void equal to n. ഓക്കെ. നമ്മൾ വീണ്ടും അറേഞ്ച്മെന്റിലേക്ക് വരികയാണ്. ഇനിയും ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. വേണമെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റിയൊരു കാര്യം കൂടി നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെ നോക്കൂ. റേഡിയസ് ഓഫ് വോയിഡ് ടു റേഡിയസ് ഓഫ് സ്ഫിയർ. ഇത് ടെട്രാഹെഡ്രൽ വോയിഡിനാണെങ്കിൽ 0.225 എന്ന് കിട്ടും. ടെട്രാഹെഡ്രലിന്. ഒക്ടാഹെഡ്രലിനാണെങ്കിൽ ഈ റേഡിയസ് ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് സ്ഫിയർ കിട്ടുക 0.414 എന്നാണ്. എന്തായെന്ന് മനസ്സിലായത്? ഇത് ഏത് ചെറിയ ബോളാണെങ്കിലും വലിയ ബോളായിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ കിട്ടുക. ഇത് മനസ്സിലായത്? ഒക്ടാഹെഡ്രൽ വോയിഡ് വലിയ വോയിഡാണ്. ആരെക്കാളും കൂടുതലാണ്? വലുതാണ്. ടെട്രാഹെഡ്രൽ വോയിഡിനേക്കാളും കൂടുതലാണ്, സൈസ് കൂടുതലാണ്. നമുക്കിനി പ്ലേസിംഗ് 3rd ലെയർ ഓവർ 2nd ലെയർ. ഇതാണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ലെയർ ഇങ്ങനെ വെച്ചു. നോക്കണേ. ഫസ്റ്റ് ലെയർ അതിൻ്റെ ഗ്യാപ്പിലാണ് 2nd ലെയർ വെച്ചത്. ഇനി 3rd ലെയർ നമ്മൾ വെക്കുന്നത്
തേർഡ് ലെയർ ഇവിടെയാണ് നമ്മൾ വെച്ചതെങ്കിൽ നോക്കണേ, ഈ ഗ്യാപ്പിൽ വെച്ചാൽ ഇതിപ്പോൾ എന്താണ് ആക്ച്വലി, ദെൻ ഇവിടെ ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്, ഇതിൻ്റെ മുകളിലാണ് വെച്ചതെങ്കിൽ ഇയാളെപ്പോലെയാണ് ഈ അറേഞ്ച്മെൻറ്റ്, കാണുന്നുണ്ടോ അത്? ദെൻ ഇയാളെപ്പോലെ ആയിരിക്കും ഈ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് എ എന്നുള്ള ലെയർ, ഇത് ബി എന്നുള്ള ലെയർ, ഇത് റിപ്പീറ്റ് ചെയ്ത് എന്ത് വരുന്നു, എ എന്നുള്ള ലെയർ വരുന്നു. ഇവരൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എ എന്നുള്ള പാറ്റേൺ, ഇത് ബി എന്നുള്ള പാറ്റേൺ, ഇത് എ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിതിനെ പറയും എ ബി അറേഞ്ച്മെൻറ്റ്. അത് നമ്മൾ എക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും, അതേസമയം ആ വെക്കുന്ന മൂന്നാമത്തെ പാർട്ടിക്കിൾ നമ്മൾ മൂന്നാമത്തെ ലെയറിൽ ഇത് എ ഇത് ബി ഇത് ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ അതൊരിക്കലും ഇത് എ ആണ് ഇത് ബി ആണ്, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേറെ വരിക. അപ്പോൾ അത് സി ആയിരിക്കും അറേഞ്ച്മെൻറ്റ്, എ ബി സി. പക്ഷെ നാലാമത്തത് വെക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരെന്ത് പറയും, എ ബി സി അറേഞ്ച്മെൻറ്റ്. അത് നമ്മൾ പേര് പറയും ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ ഫസ്റ്റ് ലെയർ എക്സഗണൽ ലെയർ, സെക്കൻഡ് ലെയർ അതിൻ്റെ ഡിപ്രഷനിൽ വെച്ചു, തേർഡ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ റിപ്പീറ്റേഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്ത് പേര് പറയും, എ ബി അറേഞ്ച്മെൻറ്റ്. അതിനാണ് 3 ഡയമെൻഷനലി ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അതേസമയം ഫോർത്ത് ലെയർ റിപ്പീറ്റേഷൻ വരുന്നുള്ളെങ്കിൽ അതിന് നമ്മളെന്താ പേര് പറയുക, എ ബി സി അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. എന്താ പേരെന്താണ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. നമുക്കതൊന്ന് ആ സ്ലൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെ ആ നീല അടുത്തൊന്ന് നീല റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ എ ബി എക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്, 3 ഡയമെൻഷനിൽ എ ബി അറേഞ്ച്മെൻ്റ് ആണ്. ഫസ്റ്റ് ലെയർ ആൻഡ് തേർഡ് ലെയർ ആർ ഐഡൻറ്റിക്കൽ ആണ്. കോർഡിനേഷൻ നമ്പർ എത്ര അവിടെ കിട്ടുക, 12. അതെങ്ങനെ കിട്ടിയ കോർഡിനേഷൻ നമ്പർ 12 എന്നുള്ളത് നമ്മൾ ഇവിടെ നന്നായിട്ട് നോക്കൂ. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിക്കിള് നമ്മൾ പറഞ്ഞിരുന്നു, ദെൻ 2 ഡയമെൻഷനലി ഹെക്സഗണൽ സ്പേസിലുള്ള ഒരാൾ. ഇപ്പോൾ ഇവിടെ ഇത് 2 ഡയമെൻഷനൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഇവിടെ ഇയാളെ ടച്ച് ചെയ്തിട്ട് എത്ര ആളുണ്ട്, ഒരാളെ ടച്ച് ചെയ്തിട്ട് 6 ആളുണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ദെൻ ഓക്കെ, അടുത്തത് ദെൻ ഇവിടെ ഈ സ്ഫിയറിന് ചുറ്റും ഇയാളെ ടച്ച് ചെയ്തിട്ട് 6 ആൾക്കാർ. ഇതിന് താഴെ ഇയാൾ എത്ര ആൾക്കാർ ടച്ച് ചെയ്യുന്നുണ്ട്, 3 ആൾക്കാർ. ഇതിന് മുകളിൽ ഇയാൾ എത്ര ആൾ ടച്ച് ചെയ്യും, 3 ആൾ. മുകളിൽ 3, താഴെ 3, അതിൻ്റെ ലെയറിൽ 6. അപ്പോൾ 3 + 3 + 6 എത്ര വരുന്നത്, 12. അങ്ങനെയാണ് ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്ര കിട്ടിയത്, 12 എന്ന് കിട്ടും. നിയറസ്റ്റ് ടച്ചിങ് സ്പിയേഴ്സ് കോർഡിനേഷൻ നമ്പർ 12. ഓക്കെ, ദെൻ ഇനി എക്സാമ്പിൾ മെഗ്നീഷ്യവും സിങ്കും. ഏതിന്, നമ്മൾ HCPക്ക്. ഓക്കെ, ഇത് നിങ്ങൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. കുറേ മെറ്റൽസിൻ്റെ സ്ട്രക്ചറുകൾ അവിടെ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ അത് ചോദിക്കലുണ്ട്. ഇനി അടുത്തതാണ് നമുക്ക്, അപ്പോൾ എക്സഗണൽ ക്ലോസ് പാക്കിംഗ് നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, എ ബി അറേഞ്ച്മെന്റ്, തേർഡ് ലെയർ ഈസ് ദി റിപ്പീറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലെയർ എന്നൊക്കെ പറഞ്ഞു. അടുത്ത അതേപോലെ ദെൻ സെക്കൻഡ് ലെയർ നോക്ക്, സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ തേർഡ് ലെയർ വെക്കുമ്പോൾ ആദ്യം ഒരു നീല ബോളിൻ്റെ അറേഞ്ച്മെന്റ്, പിന്നെ വേറൊന്നാണ്, പിന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ബി സി അറേഞ്ച്മെന്റ് നോക്കൂ, എ ബി സി അറേഞ്ച്മെന്റ്. ഫസ്റ്റ് ലെയർ ആൻഡ് ഫോർത്ത് ലെയർ ആർ എന്താ വരുന്നത്, ഐഡന്റിക്കൽ എന്നാണ്. ഇവിടെയും കോർഡിനേഷൻ നമ്പർ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വരിക, 12 ആണ് കോർഡിനേഷൻ നമ്പർ വരിക. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കോപ്പറും സിൽവറും ഗോൾഡൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക. കോപ്പർ, സിൽവർ, ഗോൾഡ് ഒക്കെ ഇതിന് എക്സാമ്പിൾ. ഇതിന്റെ പേരുകൾ നോക്കൂ നിങ്ങൾ, എന്തൊക്കെ അതിന്റെ പേര് കൊടുത്താൽ എന്താണ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. എന്തുകൊണ്ടായിരിക്കാം ഈ ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയാൻ കാരണം എന്തായിരിക്കാം, ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഇവിടെ നോക്കൂട്ടോ, ഞാൻ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരു ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഒന്നാമത്തെ ലെയർ ഉണ്ട് നോക്കാം. ഒന്നാമത്തെ അതിൻ്റെ ഡിപ്രഷനിലാണ് രണ്ടാമത്തെ വെച്ചതെന്ന് വിചാരിക്കുക. അതിൻ്റെ ഡിപ്രഷനിൽ മൂന്നാമത്തെ വെച്ചു, നാലാമത്തത് അതിൻ്റെ ഡിപ്രഷനിൽ വെക്കുന്ന വരുന്നത് നാലാമത്ത്. ഓക്കെ, നാലാമത്ത്. അപ്പം നോക്കണേ എങ്ങനെ ഇപ്പോൾ വന്നത്, ഇത് എ എന്നുള്ള ബേസ്, അതിന് ലെയർ ഉണ്ട് കേട്ടോ, ഞാൻ ഒന്നേ എടുത്തോളൂ. രണ്ടാമത്തത് അതിൻ്റെ ഡിപ്രഷനിലാണ് രണ്ടാമത്തത്, മൂന്നാമത്തെ അതിൻ്റെ ഡിപ്രഷൻ, നാലാമത്തെ പാരപ്പോലെ ഉണ്ട്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് എ ആണ്. അപ്പം എങ്ങനെയാണ് വരുന്നത്, എ ബി സി അങ്ങനെ അറേഞ്ച്മെന്റ് ഇതായിരിക്കും. അങ്ങനെ ഒരു ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ യൂണിറ്റ് സെല്ല്. കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു ഇതേതാ യൂണിറ്റ് സെല്ല്, 8 കോർണറുകളിലും ബോൾ ഉണ്ട്, അതേപോലെ ഫേസ് സെന്ററിലും ഉണ്ട്. അപ്പോൾ അതേതാണ്, FCC ആണ്. അപ്പോൾ എന്താ മനസ്സിലായത്, CCPയുടെ യൂണിറ്റ് സെല്ലാണ് FCC. അതാണ് ഇതിൽ കൊടുത്തത്. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് CCP ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് സെൽ ഏതാണ്, FCC ആണ്. ക്ലിയർ ആണോ അത്? അപ്പോൾ 2 തരത്തിൽ 3 ഡയമെൻഷനിൽ നമ്മൾ അറേഞ്ച്മെന്റ് വീണ്ടും പഠിച്ചു. ഒന്ന് HCPയും CCPയും. എന്താ HCP എന്ന് പറഞ്ഞാൽ എന്താ, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്, എ ബി അറേഞ്ച്മെന്റ്, തേർഡ് ലെയർ ഈസ് ദി റിപ്പീറ്റേഷൻ ഓഫ്
ദെൻ ഫസ്റ്റ് ലെയർ. ഓക്കെ, ഇതിനവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 12 ആണ്. അതേപോലെ CCPയിൽ ABC അറേഞ്ച്മെന്റ് ഫോർത്ത് ലെയർ ആണ് റിപ്പീറ്റേഷൻ വരിക. ദെൻ ഇവിടെയും കോർഡിനേഷൻ നമ്പർ 12 തന്നെ കിട്ടുക. പക്ഷെ ഇവിടെ ദെൻ ഇതിന്റെ യൂണിറ്റ് സെൽ എന്താ നമ്മൾ പഠിക്കുന്നത്? യൂണിറ്റ് സെല്ല് FCC. ദെൻ ഇനി പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ പഠിച്ചത് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനും വോയിഡ്സിനെ കുറിച്ചുമാണ്. കുറച്ച് ഇമാജിനേഷൻ വേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി കാണിക്കാം നിങ്ങൾക്ക്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടി ആ കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റുള്ളൊരു വീഡിയോ അതും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടിയുണ്ട്. ഇതിനൊക്കെ പിന്നെ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചില പ്രോബ്ലംസും കൂടിയുണ്ട്. അതുകൂടി നമുക്ക് ചെയ്യാം. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്നും കൂടിയും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ 1 ഡയമെൻഷനിൽ നോക്കൂ. നിങ്ങൾ ഒരു 1 ഡയമെൻഷനിൽ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ, അവിടെ കോർഡിനേഷൻ നമ്പർ 2 ആണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇനിയും അത് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഡയമെൻഷനിൽ ദെൻ ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ട് ഒരേപോലെ വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ട് 4 ആൾക്കാരുണ്ട്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്ര കിട്ടുക? 4 ആണ് കിട്ടുക. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് അതിൻ്റെ പേര്. കാരണം അതിന് ആ സെൻറ്റേഴ്സ് കണക്ട് ചെയ്ത സ്ക്വയർ കിട്ടും. ഇനി അത് രണ്ടാമത്തെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇവിടെ പാർട്ടിക്കിൾ എവിടെ വരുന്നത്? ഒന്നാമത്തെ റോയുടെ ഡിപ്രഷനിലാണ് രണ്ടാമത്തെ വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് ദെൻ ഓക്കെ വേറെ തന്നെ ഒരു റോ ആണ്. പക്ഷേ മൂന്നാമത്തത് വരുന്നത് ഫസ്റ്റ് റോയെ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ പേര് പറയും AB പാറ്റേൺ. ഇവിടെ ഒരാളെ ടച്ച് ചെയ്തിട്ട് 6 ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് AB അറേഞ്ച്മെൻറ്റ്. ഇത് 2 ഡയമെൻഷനിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. നേരത്തെ പറഞ്ഞത് AA പാറ്റേൺ, അത് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി നമ്മളിതിൽ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിലേക്ക് പോവാണ്. ദെൻ അതിനു മുമ്പ് ഈ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിലും ഹെക്സഗണലിലും കുറേ വോയിഡ്സ് കാണുന്നുണ്ട്, ഗ്യാപ്പുകൾ. അതാണ് വോയിഡ്സ് എന്ന് പറയുന്നത്. ആ എംപ്റ്റി സ്പേസിനെ പറയുന്ന പേര് വോയിഡ്സ്. ഓക്കെ, അത് നമ്മൾ വിശദമായിട്ട് പിന്നെ വരുന്നുണ്ട്. ഇനി നമ്മളടുത്ത് 3 ഡയമെൻഷനിലെ ക്ലോസ് പാക്കിംഗ്. അത് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അത് ദെൻ ഒന്ന് വന്നു. അതിന് നമുക്ക് മൊത്തം ഒരു A പാറ്റേൺ എന്ന് കൊടുക്കാം കേട്ടോ. അതിൻ്റെ നേരെ മുകളിൽ അടുത്ത് A പാറ്റേണിൽ തന്നെ അടുത്തതും വന്നു. പിന്നെ അതിൻ്റെ അടുത്തതും അതിൻ്റെ മുകളിൽ വരുന്നു. അങ്ങനെ അട്ടിക്കട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ദെൻ ആദ്യത്തെ അതേപോലെയാണ് അടുത്ത ലെയർ വന്നത്. ഇനി അടുത്ത ലെയർ വരുമ്പോഴും അതേപോലെ തന്നെ വരും. അപ്പോൾ നമ്മൾ എന്താ അതിന് പേര് കൊടുക്കുക? A എന്നുള്ള പാറ്റേൺ. അടുത്തതും എന്തായിരിക്കും? A എന്നുള്ള പാറ്റേൺ. അപ്പോൾ നമ്മളിതിൻ്റെ പേര് പറയും AAA ടൈപ്പ് എന്ന് പറയും. ഓക്കെ, AAA ടൈപ്പ്. ഇവിടെ ഒരാളെ ടച്ച് ചെയ്തിട്ട് 6 ആൾക്കാരുണ്ടാവും. അതിൻ്റെ ലെയറിൽ 4 ആൾക്കാരും, ഒന്ന് മുകളിലും ഒന്ന് താഴെയും. സോ കോർഡിനേഷൻ നമ്പർ എത്ര ഉണ്ടാവാം? 6 ആണ് ഉണ്ടാവുക. ഇതിൻ്റെ യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, 6 കോർഡിനേഷൻ നമ്പർ. ഇനി ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 കാണുന്നുണ്ടല്ലോ. അത് ഇനി ഇതിൻ്റെ യൂണിറ്റ് സെൽ നമുക്ക് വേണമെങ്കിൽ കാണാം. അവിടുന്ന് ഒരു ഇത്തിരി പാർട്ട്, ഇത് നമ്മൾ AAA പാറ്റേൺ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അവിടുന്ന് നമ്മൾ ഒരു യൂണിറ്റ് സെല്ല് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പാർട്ട്. അപ്പോൾ ഏതായിരിക്കും ആ യൂണിറ്റ് സെൽ? ഏതായിരിക്കും? സിമ്പിൾ ക്യൂബിക് ആയിരിക്കും. ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ മുകളിൽ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ മുകളിൽ അടുത്ത ലെയർ വരുമ്പോൾ ഓക്കെ, എങ്ങനെയുള്ളത്? എവിടെയാണ് പാർട്ടിക്കിൾ വെക്കുന്നത്? ഈ ബോളിൻ്റെ ഈ സ്ഫിയറിൻ്റെ മുകളിലല്ല, അതിൻ്റെ ഗ്യാപ്പിലാണ് അടുത്ത ലെയർ വെക്കുന്നത്. നോക്കുക, ആ വോയിഡ്സിൽ അടുത്ത ലെയർ വെച്ചു. അപ്പോൾ അത് വേറെ തന്നെ ഒരു അടുത്ത ലെയറൊക്കെ അതിൻ്റെ വോയിഡ്സിലാണ് വരുന്നത്. അങ്ങനെ ഒരു ലെയർ ദെൻ ഫസ്റ്റ് ലെയർ ഉണ്ട്. ആ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ചപ്പോൾ ആ കുറേ ഗ്യാപ്പുകളുണ്ട്. അതിനാണ് നമ്മൾ വോയിഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അതിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പാർട്ടിക്കിൾ വരും. നോക്കൂ, ആ ഗ്യാപ്പിലേക്കാണ് അടുത്ത പാർട്ടിക്കിൾ വരുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയറിന് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലെയർ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അതിന് നമ്മൾ എന്ത് കൊടുത്തു? B ലെയർ എന്ന് കൊടുത്തു. B ലെയർ. ഓക്കെ, B എന്നുള്ള ലെയർ. ഇനി ഇതിന് ഇതേപോലെ വോയിഡുകൾ കാണുന്നുണ്ട്. ആ വോയിഡുകൾ താഴേക്കുള്ളതും മുകളിലേക്കുള്ളതും ഉണ്ട്. 2 തരം വോയിഡ് ഉണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡും അതേപോലെ ഒക്ടാഹെഡ്രൽ വോയിഡും. നോക്കൂ, എന്താ ടെട്രാഹെഡ്രൽ വോയിഡ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 4 ടച്ചിങ് സ്ഫിയേഴ്സ് ഉണ്ടാക്കുന്നതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. ആ ബോളുകളുടെ സെൻറ്റേഴ്സ് ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പിലായിരിക്കും. ഓക്കെ, കണ്ടാൽ മനസ്സിലാവും അത്.
കാണുന്നുണ്ടല്ലോ, വോയിഡ്സ് കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ ഒക്ടാഹെഡ്രൽ വോയിഡ്. വോയിഡിൻ്റെ ഷേപ്പ് അല്ല കേട്ടോ ടെട്രാഹെഡ്രൽ, അതുണ്ടാക്കിയ ബോളുകളുടെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഇനി അടുത്ത് നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡ്. എങ്ങനെ ഒക്ടാഹെഡ്രൽ വോയിഡ്? എത്ര പാർട്ടിക്കിൾ കൂടിയിട്ടാണ്? ഇതിനൊക്കെ 6 ടച്ചിങ് സ്ഫിയേഴ്സ് കൂടിക്കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രൽ വോയിഡ്. ഒക്ടാഹെഡ്രൽ വോയിഡിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? അതുണ്ടാക്കുന്ന ബോളുകളുടെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഒക്ടാഹെഡ്രൽ ഷേപ്പിൽ, അല്ലാതെ ആ വോയിഡിൻ്റെ ഷേപ്പ് അല്ല ഒക്ടാഹെഡ്രൽ. ഓക്കെ, ഇനി ഒക്ടാഹെഡ്രൽ വോയിഡ് നമ്മളിനി അടുത്ത 3 ഡയമെൻഷണൽ പാക്കിംഗ് ആണ്. ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ മുകളിലാണ് നമ്മൾ പാർട്ടിക്കിൾ 2 ഡയമെൻഷണൽ അതിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ നോക്കൂ, അത് ആ മൂന്നാമത്തെ ലെയർ വെക്കുമ്പോൾ അത് ആരെപ്പോലെ വരുന്നുണ്ട്? കൃത്യമായിട്ട് കാണാൻ പറ്റും. മൂന്നാമത്തെ ലെയർ വെക്കുമ്പോൾ നോക്കൂ, അത് ഫസ്റ്റ് ലെയറിൻ്റെ അതേപോലെ വരുന്നുണ്ട്. അപ്പോൾ എ എന്നുള്ള ലെയർ, ബി എന്നുള്ള ലെയർ, മൂന്നാമത്തെ എ എന്നുള്ള ലെയർ, എ ബി അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. എ ബി പാറ്റേൺ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, HCP, 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ. ഇനിയും അടുത്തത് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? അത് നമുക്ക് നേരത്തെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ലെയറിൽ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ട് 6 ആൾക്കാർ, എബവ് ദാറ്റ് 3 എണ്ണം, ബിലോ ദാറ്റ് 3, അപ്പോൾ ടോട്ടൽ 12. സോ കോർഡിനേഷൻ നമ്പർ ഈക്വൽ ടു 12. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡാണ് നമ്മൾ കവർ ചെയ്യുന്നതെങ്കിൽ നോക്കൂ, അവിടെ മൂന്നാമത്തെ ലെയർ വെക്കുമ്പോൾ ഒരിക്കലും അത് ഫസ്റ്റ് ലെയറിനെ പോലെ ആവില്ല. അപ്പോൾ ഫസ്റ്റ് ലെയർ എ ആണ്, സെക്കൻഡ് ലെയർ ബി ആണ്, ഇനി തേർഡ് ലെയർ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്, സി എന്നുള്ളത് കൊടുത്തു. അത് ഡിഫറെൻ്റ് അറേഞ്ച്മെൻ്റാണ് വന്ന്, ഒരേ പാറ്റേണിലല്ല, നേരെ മുകളിലല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പക്ഷേ അതേപോലെ ഫോർത്ത് ലെയർ വരുമ്പോൾ പക്ഷേ റിപ്പീറ്റ് ചെയ്യും, എയുടെ അതേ നേരെ മുകളിൽ വരും. അപ്പോൾ നമ്മളിതിൻ്റെ പേര് പറയും എ ബി സി അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇതിനാണ് എ ബി സി അറേഞ്ച്മെൻറ്റ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കും. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഇതിൻ്റെ യൂണിറ്റ് സെല്ല് FCC ആയിരിക്കും. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ 12. ഒരു സ്ഫിയറിന് അതിൻ്റെ ലെയറിൽ 6 മെമ്പേഴ്സ്, എബവ് ദാറ്റ് സ്ഫിയർ 3, ബിലോ ദാറ്റ് സ്ഫിയർ 3, ടോട്ടൽ 12. അടുത്ത പാർട്ടിലേക്ക് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കണേ എന്തൊക്കെയാണ് വരുന്നുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കൂ. Then a cubic solid is made up of 2 elements P and Q. അതിൽ കൊടുക്കുന്നത് atoms of Q are at the corners of the cube and P are at the body center. What is the formula of the compound? What are the coordination numbers of P and Q? Q എന്നുള്ളത് എവിടെയാണ് പറയുന്നത്? കോർണേഴ്സിലാണ്. കോർണേഴ്സ് ഓഫ് ദി ക്യൂ ആണ്. അപ്പം നമ്പർ ഓഫ് ക്യൂ പെർ യൂണിറ്റ് സെൽ എത്ര വരിക? പെർ യൂണിറ്റ് സെൽ എത്ര വരിക? 1/8 × 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്നല്ലേ വരിക. ഇനി പി എവിടെയാണ് പറയുന്നത്? ബോഡി സെൻട്രലാണ്. നമ്പർ ഓഫ് പി പെർ യൂണിറ്റ് സെൽ എത്ര വരുന്നത്? ബോഡി സെൻട്രൽ ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ. 1/1 × 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. സോ ഫോർമുല എന്തായിരിക്കും? പി ഒന്നുണ്ട്, ക്യൂ ഒന്നുണ്ട്. സോ ഫോർമുല എന്തായിരിക്കും? പി ക്യൂ എന്നായിരിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് കഴിഞ്ഞാൽ വാട്ട് ആർ ദി കോർഡിനേഷൻ നമ്പേഴ്സ് ഓഫ് പി ആൻഡ് ക്യൂ? ആക്ച്വലി നിങ്ങൾ പി എന്നുള്ളത് ബോഡി സെൻട്രലാണ്. ബോഡി സെൻട്രലിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ ടച്ച് ചെയ്തിട്ട് 8 കോർണറിലും പാർട്ടിക്കിൾ ഇല്ലേ? അപ്പോൾ പിയുടെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 8. ഇനി കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ ടച്ച് ചെയ്തിട്ട് എത്ര ആൾക്കാരുണ്ട്? 8 ഒക്കെ യൂണിറ്റ് സെല്ലുകളുടെ സെന്റേഴ്സ് അതിനെ കണക്ട് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ല? കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു 8 യൂണിറ്റ് സെല്ലുകൾ അതിനെ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ആ 8 യൂണിറ്റ് സെല്ലുകളുടെ ഒക്കെ ബോഡി സെന്ററിലുള്ള പാർട്ടിക്കിൾ അതിനെ ഷെയർ ചെയ്യുമല്ലോ, കോണ്ടാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെയും കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും? 8 ആയിരിക്കും. സോ അവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്ര വരിക? 8:8 കോർഡിനേഷൻ ആണ്. ക്ലിയർ ആണോ? ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. നോക്കൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഒന്ന് വായിക്കത്.
A cubic solid is made of two elements A and B. Atoms of B are at the corners of the cube and body center. Then and A at the face centers. What is the formula of the compound? Atoms of B എവിടേക്കാന്നാ പറഞ്ഞ കോർണേഴ്സിലും ഉണ്ട് ബോഡി സെന്ററിലും ഉണ്ട്. സോ നമ്പർ ഓഫ് ബി പെർ യൂണിറ്റ് സെൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? കോർണേഴ്സിലുള്ളത് 1/8 × 8 പ്ലസ് പിന്നെ വേറെ എവിടെയുള്ളതെന്നാ പറഞ്ഞ് then and at the body center അപ്പോൾ 1 or that is equal to 1 + 1 that is equal to 2. ക്ലിയർ ആണല്ലോ അത്? അടുത്ത് നമ്പർ ഓഫ് എ എന്നുള്ളത് എവിടെയാണ് നമ്മളോട് പറയുന്നത്? ആറ്റംസ് ഓഫ് എ അറ്റ് ഓൾ ഫേസ് സെന്റേഴ്സ് എന്നാണ് പറയുന്നത്. ഫേസ് സെന്ററിലാണെങ്കിൽ 1/2 ഇൻറ്റു ഒരു ക്യൂബിന് എത്ര ഫേസ് ആടാ? 6 അല്ലേ പറഞ്ഞത്? 1/2 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ ഫോർമുല എന്തായിരിക്കും ഉണ്ടാവുക? A3B2. ഇതാണ് അതിൻ്റെ ഫോർമുല കിട്ടുക. ക്ലിയർ ആണല്ലോ അത്? A3B2. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിൽ? ബി കോർണറിലും ബോഡി സെന്ററിലും, എ എവിടെയാണ്? ഫേസ് സെന്ററിൽ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ കിട്ടുക? ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements X and Y. ആറ്റംസ് ഓഫ് ദി എലമെന്റ് Y anion ആണ്. make up CCP and those of element X has as cation occupy at the octahedral void. What is the formula of the compound? നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് 2-3 രൂപത്തിൽ ചെയ്യാം. CCP ആണ് തന്നിട്ടുണ്ട്. CCPയുടെ യൂണിറ്റ് സെൽ എന്താണ്? FCC ആണ്. ഓർമ്മണ്ടോ പഠിച്ചത്? CCPയുടെ യൂണിറ്റ് സെൽ എന്താ? FCC. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ then നമ്പർ ഓഫ് Y എത്ര ഉണ്ടാവുക? പെർ യൂണിറ്റ് സെൽ എത്ര ഉണ്ടാവുക? 4 അല്ലേ ഉള്ളത്? പഠിച്ചത് ഓർമ്മണ്ടോ? FCCയിൽ കോർണറിലും ഫേസ് സെന്ററിലും. അപ്പോൾ വൈൻ്റെ എണ്ണം എത്ര ഉണ്ടാവുക? 4 അല്ലേ ഉണ്ടാവുക? ഇനി എവിടെയാണ് നമ്മൾ എക്സ് എവിടെയെന്നാണ് പറയുന്നത്? ഒക്ടാഹെഡ്രൽ വോയിഡ്. എന്തായിരുന്നു നമ്പർ ഓഫ്? അപ്പം എന്തായിരിക്കും? എക്സ് എത്ര ആയിരിക്കും പെർ യൂണിറ്റ് സെൽ? നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം n ആണ്. അപ്പം 4 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം 4 തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് എന്ത് ഫോർമുല കിട്ടും? x4 y4 or that is equal to XY. ഇതായിരിക്കും ഫോർമുല കിട്ടുന്നത്. ഏതിൻ്റെ ഫോർമുല? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കൂ. ആറ്റംസ് ഓഫ് എലമെന്റ് ബി form HCP lattice and those of element A occupy 2/3 of tetrahedral void. What is the formula of the compound by the elements A and B? നോക്കൂട്ടോ, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആറ്റംസ് ഓഫ് ബി ഫോം HCP. ഇവിടെ HCP ആണ് നമ്മോട് പറയുന്നത്. ഈ HCPയുടെ യൂണിറ്റ് സെൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളത് തൽക്കാലം പറയണ്ട, അവിടെ നിൽക്കട്ടെ. പക്ഷെ അപ്പോൾ നമ്മൾ 4 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരിക്കും ശരിയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ബി പെർ യൂണിറ്റ് സെൽ ഈക്വൽ ടു നമ്മൾ തൽക്കാലം n കൊടുക്കാം. അറിയില്ലടോ, n കൊടുക്കാം. പക്ഷെ നമ്മോട് പറയുന്നുണ്ട് എ എവിടെ? 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. പാർട്ടിക്കിളിന്റെ എണ്ണം n ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം എന്താണ്? 2n അല്ലേ നമ്മൾ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എ പെർ യൂണിറ്റ് സെൽ എന്തായിരിക്കും? പെർ യൂണിറ്റ് സെൽ എന്തായിരിക്കും ഉണ്ടാവുക? ദെൻ 2n ആണുള്ളത്, അതിന്റെ 2/3 ആണോ ഉള്ളത്? എങ്ങനെ ഇപ്പൊ കിട്ടിയത്? പാർട്ടിക്കിളിന്റെ എണ്ണം n ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം 2n അല്ലേ നമ്മൾ പഠിച്ചത്? അതിന്റെ 2/3 അല്ലേ ഉള്ളത് എന്ന്. അപ്പൊ എത്ര ഉണ്ടാവുക പറ? ഇത് എത്ര ഉണ്ടാവുക? 4n/3 എന്നല്ലേ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഫോർമുല എങ്ങനെ ഉണ്ടാവാം? എ എത്ര ഉണ്ട്? 4n/3. ബി എത്ര ഉണ്ടാവും? n ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? n കട്ട് ചെയ്യും, നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത് A4B3 എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടോ? എങ്ങനെ? n ആയിട്ട് ഡിവൈഡ് ചെയ്തു ആദ്യം, അപ്പൊ n പോയി, പിന്നെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ A4B3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അത് ഇപ്പൊ 4 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്ത്. ദെൻ HCP ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാനെന്നുള്ളത്. CCPയിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തോ തെറ്റിപ്പോവില്ല, ഇതേ മെത്തേഡിൽ ചെയ്തോ. പക്ഷെ CCPക്ക് നമുക്ക് യൂണിറ്റ് സെൽ എന്താണ്? FCC എന്നുള്ള പാറ്റേണിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മൊഡ്യൂളോട് അവസാനിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയായാലും പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽസും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോയിഡ്സിനെ കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞത്. കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തു. നിങ്ങൾ ഇനി ടെക്സ്റ്റിൻ്റെ പുറകിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. നന്നായിട്ട് ചെയ്ത് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.